വീണ്ടും ഒരാഴ്ചയും കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന ഒരു വിഷയം നമുക്ക് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ധ്യാനിപ്പാൻ ദൈവം ഒരു അവസരം കൂടെ തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ബൈബിൾ സ്റ്റഡിയുടെ ഔട്ട്കം എന്ന് പറയുന്നത് ജ്ഞാനം മാത്രമല്ല, നമ്മുടെ സ്വഭാവം കൂടെ മാറണം. നമ്മുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ വചനം പഠിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. സോ നമ്മുടെ സ്വഭാവം മാറാൻ സമയമെടുക്കും, അത് സാരമില്ല. എങ്കിലും അത് ഒരു സ്ലോ പ്രോസസ്സാണ്. പക്ഷെ മാറിയേ തീരും. അപ്പം നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഗോൾ നമ്മുടെ സ്വഭാവം ട്രാൻസ്ഫർമേഷൻ, നമ്മുടെ സ്വഭാവം മാറണം എന്ന ഒരു ഗോളാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്ക്രീൻ ഫുൾ ആയിട്ട് കാണാമോ? വിസിബിൾ ആണ്? ആരെങ്കിലും ഒന്ന് കൺഫേം, ക്രിസ് ഒന്ന് കൺഫേം ചെയ്യാമോ? ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. സോ വി വർ ഫോക്കസിങ് ഓൺ ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. നമ്മളത് പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനുള്ളിലുള്ള 5 പ്രസംഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് എഴുതി തന്നേക്കുന്നത് ഇങ്ങനൊരു പ്രത്യേക രീതിയിലാണ്. 5 പ്രസംഗങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഫിറ്റ് ചെയ്ത് ഓരോ ഒരു ക്ലോത്ത് ഇങ്ങനെ കൂട്ടി തയ്ക്കുന്നത് പോലെ ആദ്യം കുറച്ച് ഇവന്റ്സ്, പിന്നെ ഓരോ പ്രസംഗങ്ങൾ. അങ്ങനെയാണ് ഈ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു അത് റൈറ്റ് ചെയ്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊന്ന് റിവ്യൂ ചെയ്യുകയാണ്. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ്. ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ ഒരു കടപ്പാടും സഭയിലുള്ള കൂട്ടായ്മയും ഇത് രണ്ടിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ബൈബിൾ അനുസരിച്ച് ക്രിസ്തുവുമായുള്ള ഒരു ആത്മബന്ധം അതടങ്ങിയിരിക്കുന്ന ഒരു ജീവിതമാണ് ഒരു ട്രൂ ഡിസൈപ്പിൾ ജീവിതം. അതിന്റെ ബേസ് മുഴുവൻ ദൈവത്തോട് രക്ഷിക്കപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന കടപ്പാടാണ്. ഞാൻ കൈപൊക്കിയപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രം വിശ്വസിക്കുന്നവർക്ക് ആ കടപ്പാട് ഉണ്ടാവില്ല. കാരണം നമ്മൾ കർത്താവിനെ വിളിച്ചു കയറ്റിയൊരു ഫീലിംഗ് ആണ്. അങ്ങനെയല്ല, മറിച്ച് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെന്നും നമ്മൾ പാപികളാണെന്നും ഒരു ചാൻസും ഇല്ലാതിരുന്നപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമുക്ക് രക്ഷദാനമായി തന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന കടപ്പാടാണ് രക്ഷ. അപ്പോൾ ആ കടപ്പാടിൽ നിന്നാണ് ബാക്കിയെല്ലാം തുടങ്ങുന്നത്. കടപ്പാടില്ലാതെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൽ ചോദ്യത്തിന് ഉത്തരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വികാരം, ഒരു ആത്മബന്ധം, ദൈവത്തോട് നമുക്ക് തോന്നുന്ന ആ ബന്ധം, അപ്പൊ അതിൽ നിന്നാണ് ഇതെല്ലാം ഉളവാകുന്നത്, ആത്മബന്ധം. രണ്ടാമതായിട്ട് നമ്മൾ ഇതിന്റെ ചാലഞ്ചസ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളെ തന്നെ വഞ്ചിക്കുന്ന മനുഷ്യന്റെ മനസ്സ്, നമുക്ക് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ, അഹങ്കാരം. ഇതൊക്കെയാണ് ഈ കടപ്പാട് ഓട് ചേർന്നുള്ള അനുസരണം അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. അത് കൂടാതെ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് വർക്ക്സ് ഓൺ ഒബ്ലൈജ്ഡ് ലവ്, കടപ്പാടുള്ള സ്നേഹവും ഭയമില്ലാത്ത താഴ്മയും സഹിച്ച് അനുസരിക്കുന്ന ഒരു പ്രവണതയും സന്തോഷത്തോടെ കമ്മിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ജീവിത രീതിയും വളരെ ക്ഷമയോടെ പ്രത്യാശയിൽ കാത്തിരിക്കുന്ന ഒരു മനോഭാവം, ഇതെല്ലാം കൂടെ ഒരുമിച്ച്, ഇത് പലതായിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ആ അനുസരണമാണ് ട്രൂ ഡിസൈപ്പിൾ എന്നൊരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് ാണ്. അങ്ങനെയാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിനൊരു കോസ്റ്റ് ഉണ്ട്.
എക്സ്ക്യൂസസ് പറയാം, പക്ഷെ അതിനൊരു കോസ്റ്റ് ഉണ്ട്. നമ്മൾ പല കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും പല സാക്രിഫൈസസ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിനെ ഇഷ്ടമുള്ള പോലെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിലോട്ട് പോയി. ഒരു മേജർ സെക്ഷനാണ് മാത്യു 5, 6, 7 സെർമൺ ഓൺ ദ മൗണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളുടെയും അടിസ്ഥാന കാര്യങ്ങൾ കർത്താവ് അവിടെ പറഞ്ഞു തന്നത്. നമ്മൾ 5:3-16 ആ കർത്താവിൻ്റെ രാജ്യത്വത്തിൽ കർത്താവിന് ഇഷ്ടപ്പെട്ട പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ന്യായപ്രമാണത്തെ പറ്റിയുള്ള ഒരു കറക്ഷൻ കൊടുക്കുന്നു, കപടഭക്തിയെ പറ്റിയൊരു കറക്ഷൻ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ പ്രസംഗം അവസാനിക്കുമ്പോൾ ചോയ്സ് കൊടുത്താണ് കർത്താവ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നമ്മൾ അത് ഈ സ്ട്രക്ചർ എപ്പോഴും മനസ്സിൽ ഇരിക്കണം. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ 10, ചാപ്റ്റർ 13 എന്നൊരു സെക്ഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു. കാരണം രണ്ടിടത്തും കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഒരു ടോപ്പിക് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസംബ്ലീസിൽ കിങ്ഡം ഓഫ് ഹെവനും കിങ്ഡം ഓഫ് ഗോഡും രണ്ടാണോ അത് ഒരേ കാര്യമാണോ എന്ന് അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പരാമർശിച്ചിട്ടുള്ളൂ. ഇതേ കാര്യം മറ്റ് ഗോസ്പൽസിൽ വരുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആയതിനാൽ കിങ്ഡം ഓഫ് ഹെവനും കിങ്ഡം ഓഫ് ഗോഡും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്തത് കൊണ്ട് ഇത് രണ്ടും ഒരേ കാര്യത്തെ റെഫർ ചെയ്യുന്നു എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതും മറ്റ് പ്രസംഗങ്ങൾ ഇത് റെഫർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ചാപ്റ്റർ ഒരുമിച്ച് നമ്മൾ ക്ലബ് ചെയ്തു. ചാപ്റ്റർ 10 ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രീച്ചിങ്, കർത്താവിൻ്റെ രാജ്യത്വത്തെ പറ്റി അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവനെ പറ്റി പ്രസംഗിക്കണം എന്ന് കുറച്ച് പേരെ വിളിച്ചു കൂട്ടിയിട്ട് കർത്താവ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. 13-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ രാജ്യത്വം അല്ലെങ്കിൽ രാജ്യം, കർത്താവ് ഭരിക്കുന്ന ഏരിയ, ഇതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും കർത്താവ് 13-ാം അധ്യായത്തിൽ കാണുന്നു. നമ്മൾ ഇന്ന് 13-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10 കൂടെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് 13-ലേക്ക് പോവാം. ഗോഡ്സ് പ്ലാൻ നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം കുറെ കാര്യങ്ങൾ ഇടപെട്ടു പല രീതിയിൽ. അതിനുശേഷം അബ്രഹാമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ അബ്രഹാമിൽ എല്ലാ ഫാമിലീസും ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് വിൽ ബി ബ്ലെസ്ഡ്, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ, അതായത് അനുഗ്രഹം എല്ലാ വർഗക്കാർക്കും എല്ലാവർക്കും അതെത്തും എന്ന് ഒരു പ്രോമിസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അബ്രഹാമിൽ നിന്ന് കുറെ കാലത്തേക്ക് ദൈവം പല കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമിയിൽ ഉണ്ടായില്ല. ദൈവമക്കളുണ്ടായിരുന്നു, എന്നാൽ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രമായിട്ടൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഉണ്ടായിരുന്നില്ല. മോശയുടെ കാലത്ത് ആണ് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി ഒരു രാഷ്ട്രമായി ദൈവം അവരെ സ്ഥാപിച്ചത്. അങ്ങനെ രാഷ്ട്രമായി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രമാണങ്ങളും അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളും ദൈവം കൊടുത്തു. അങ്ങനെയാണ് ന്യായപ്രമാണങ്ങൾ വന്നത്. ഡ്യൂട്രോണമിയൊക്കെ വായിക്കുമ്പോൾ അറിയാം, യുദ്ധം ചെയ്യാനൊരു നിയമം, ബിസിനസ് ചെയ്യാനൊരു നിയമം, കാശ് വാങ്ങിക്കാനൊരു നിയമം, കാശ് കൊടുക്കാനൊരു നിയമം, മഴയെപ്പറ്റി മനസ്സിലാക്കാനൊരു നിയമം. അങ്ങനെ എന്തെടുത്താലും ഒരു രാഷ്ട്രത്തിന് ദൈവം ആ ദേവാലയത്തിൽ അല്ലെങ്കിൽ ടാബർനാക്കിളിൽ ഫിസിക്കലി അല്ലെങ്കിൽ തൻ്റെ ഗ്ലോറി ആ കെരൂബുകളുടെ മധ്യത്തിൽ ഉണ്ട്. അങ്ങനെയാണ് ആ ഹോളി ഓഫ് ഹോളീസിൽ ഉള്ള ആ കെരൂബുകളുടെ മധ്യം ഞാൻ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഭൂമിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു കൺട്രി, ആ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അകത്ത് യെരുസലേം എന്ന സ്ഥലത്ത് ടാബർനാക്കിൾ ഉണ്ട്. പിന്നീട് അത് ദേവാലയമായി. അതിനകത്ത് ഹോളി ഓഫ് ഹോളീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ഒരു സംതിങ് വിസിബിൾ, അവിടെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം നിലകൊണ്ടപ്പോൾ ആ രാജ്യത്തിന് ആവശ്യമുള്ള പ്രമാണങ്ങളൊക്കെ ദൈവം കൊടുത്തു, കർത്താവ് വരുന്നത് വരെ. എന്നാൽ
കുറച്ച് കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, മോശ മോശയുടെ സമയം തൊട്ട് അങ്ങോട്ട് ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് എക്സിസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും കർത്താവിന് 600 വർഷം മുമ്പ്, അല്ലെങ്കിൽ 500 സംതിങ് വർഷം മുമ്പ് ഒരു രാഷ്ട്രമായി ഇസ്രായേൽ നിലകൊണ്ടില്ല. മാപ്പിൽ അങ്ങനെ ഒരു രാജ്യമില്ല. എന്ന് പറഞ്ഞാൽ അസീര്യക്കാർ ഒരു പകുതി കൊണ്ടുപോയി, അതിനുശേഷം ബാബിലോണിന്റെ പകുതി കൊണ്ടുപോയി, അതിൽ പിന്നെ ഇസ്രായേൽ മക്കള് മറ്റ് രാഷ്ട്രങ്ങളുടെ ഭാഗമായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ലാൻഡ് മറ്റ് ജാതി പശ്ചാത്തലത്തിലുള്ള ഉള്ള പൊളിറ്റിക്കൽ ആളുകളുടെ കീഴിലായിരുന്നു ആ ലാൻഡ്. അത് കഴിഞ്ഞ് പേർഷ്യക്കാർ വന്നു, ഗ്രീക്കുകാർ വന്നു, റോമക്കാർ വന്നു. ഇവരെല്ലാം ഇസ്രായേൽ ആ പ്രദേശം, ജോഗ്രഫിക്കൽ ലാൻഡ് കോൺകർ ചെയ്തു. അന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രമില്ല. കർത്താവ് പ്രസംഗിക്കുമ്പോഴും ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ല. മറ്റ് രാജ്യങ്ങളുടെ കീഴിൽ ഇസ്രായേൽ മക്കള് അല്ലെങ്കിൽ യഹൂദന്മാര് ആ ഭാഗത്ത് താമസിക്കുന്നു. അല്ലാണ്ട് പൊളിറ്റിക്കൽ ഒരു പവർ അവർക്കില്ല. അങ്ങനെ കർത്താവിന് ശേഷം വീണ്ടും കുറെ കാര്യങ്ങൾ ദൈവം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നോക്കുമ്പോൾ 1948, അതായത് 596 BC തൊട്ട് 1948 വരെ ഇസ്രായേൽ ഒരു മാപ്പിലില്ല. ഏകദേശം 2500 വർഷം ഇസ്രായേൽ മാപ്പിൽ ഇല്ല. അപ്പം ഇസ്രായേൽ മാപ്പിൽ ഇല്ലാത്ത സമയത്താണ് കർത്താവ് പ്രസംഗിച്ചത്. ജീസസ് ഗേവ് ദ ലോസ് ഓഫ് ഹിസ് കിങ്ഡം വെൻ ഇസ്രായേൽ വാസ് നോട്ട് എ കൺട്രി. അപ്പം മശിഹ വരുമെന്നും മശിഹ സയോണിൽ നിന്ന് അത് ഇസ്രായേൽ ജെറുസലേമിൽ നിന്നത് ഭരിക്കും എന്നൊക്കെയുള്ള വാഗ്ദത്ത പ്രകാരം മശിഹ രാജാവായി ജനിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഇസ്രായേൽ ഇല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ച് മശിഹ വന്നു ഉടനെ റോമക്കാരെ എല്ലാം മശിഹ തുരുത്തി ഓടിച്ച് മശിഹയുടെ രാജ്യം സ്ഥാപിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ അവർക്ക് തെറ്റിപ്പോയൊരു കാര്യം, മശിഹ ഭരിക്കും അല്ലെങ്കിൽ മശിഹ വരും, ഭരിക്കും എന്നുള്ളത് വാസ്തവം. എന്നാൽ മശിഹ വന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു പ്ലാൻ, അത് ഒരു സർപ്രൈസ് പോലെയായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിന്റെ പ്ലാൻ എല്ലാം കേട്ടപ്പോൾ കർത്താവിനെ മാറ്റി നിർത്തി ശാസിച്ചത്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്ന് പെരുമാറ്. സോ that was surprising to the Jews. So Jesus gave the laws of his kingdom when Israel was not a political country. പക്ഷെ കർത്താവും അപ്പോസ്തലന്മാരിൽ കൂടെ കർത്താവ് പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇപ്പോൾ ഇസ്രായേൽ എന്ന പ്ലാൻ ഈസ്, കർത്താവ് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പൊ സ്ഥാപിക്കാൻ പോവാണെന്ന് പ്രസംഗിച്ചില്ല. കർത്താവ് പറഞ്ഞു ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പോൾ ആ ചർച്ചിൽ യഹൂദനും ജെന്റൈലും ഒന്നാണ് എന്ന രീതിയിൽ കർത്താവ് അത് പഠിപ്പിച്ചു. ഇപ്പൊ കർത്താവ് വന്നിട്ട് 1400 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ മാപ്പിൽ വരുന്നത്. പക്ഷെ കർത്താവിന്റെ മരണത്തിന് ശേഷം കർത്താവ് ഇസ്രായേലിനെ എന്ന രാഷ്ട്രത്തോട്, കർത്താവ് സഭാ യുഗത്തിന് ശേഷം അവരെ ഒരു പ്രത്യേകമായി രാഷ്ട്രത്തോട് കർത്താവ് ഡീൽ ചെയ്യും എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കർത്താവ് രാജാവായി ജനിച്ചു. അന്ന് ഇസ്രായേൽ എന്ന രാജ്യമായിട്ടില്ല. കർത്താവ് പറഞ്ഞു ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അവിടെ യഹൂദനും യവനനും വ്യത്യാസമില്ല, ഒന്നായിരിക്കും. എന്നിരുന്നാൽ വാഗ്ദത്തം നിലനിൽക്കുന്നത് കൊണ്ട് മശിഹ വരും, ഭരിക്കും. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോട് ഒരു പ്രത്യേക ഇടപെടൽ ഉണ്ടാകും, അത് ഭാവിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിച്ചു. അങ്ങനെ ആ ഗോസ്പൽസും ആക്സും ഒക്കെ എൻഡ് ചെയ്യുന്നു. ഇത്രയും പറയാൻ കാരണം കർത്താവിന്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ Old Testament prophesied that Messiah would come and rule. Messiah was born a king. Messiah offered the kingdom. Even if Jews had accepted the Messiah, എല്ലാ യഹൂദന്മാരും കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കർത്താവ് പാവങ്ങൾക്ക് വേണ്ടി
മരിച്ചേ മതിയാകൂ, അതിനുവേണ്ടിയാണ് വന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ, ഒരു റൂളർ വന്ന് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുക, എന്നിട്ട് ഭരിക്കുക എന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ എന്നാൽ കർത്താവ് വന്നു, അവർ ക്രൂശിച്ചു. കർത്താവ് ഓഫർ കൊടുത്തത് കറക്റ്റാണ്, കളിപ്പിക്കാൻ വേണ്ടി കൊടുത്തതല്ല. ഞാൻ മരിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങൾ വിശ്വസിച്ചാലും രാജ്യത്വം ഞാൻ സ്ഥാപിക്കില്ല, പക്ഷെ ഞാനൊരു ഒരു പറയുമ്പോ പറയണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എൻ്റെ രാജ്യത്തെ സ്വീകരിക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു. അന്നൊന്നും എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കർത്താവ് അക്സെപ്റ്റ് മീ ആസ് ദ മെസ്സയ, ആസ് ദ റൂളർ എന്ന് അവരോട് പറഞ്ഞപ്പോ ജെനുവിനായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കർത്താവിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു. യഹൂദന്മാര് രാജാവിനെ സ്വീകരിച്ചാൽ പോലും ആ രാജാവിന്റെ പ്ലാനിൽ രാജാവ് മരിച്ച് ഉയർത്തെഴുന്നേക്കണം എന്നുള്ള പ്ലാൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് എല്ലാം എല്ലാവരോടും എപ്പോഴും പറഞ്ഞില്ല. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ മക്കൾക്ക് മശിഹനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി. എന്നിരുന്നാൽ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എല്ലാവരുടെയും മേൽ ഭരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മർമ്മമായി ഒരു ഇൻവിസിബിൾ കിങ്ഡമാണ് ഉള്ളത്. ഭാവിയിൽ പഴയ നിയമത്തിൽ പ്രവചിച്ചതനുസരിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ ഇൻവിസിബിളും ഒരു പൊളിറ്റിക്കൽ കിങ്ഡവും ഉണ്ടാവും. അതായത് കൺകാൺകെ ഭരിക്കും. ആത്മീയമായ ഉണർവും പല കാര്യങ്ങളും അന്നുണ്ടാകും. അപ്പോൾ ഇത് 2 ഫേസിലാണ്. അതായത് ഫസ്റ്റ് കമ്മിങ് ടു ഡൈ ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് ടു റൂൾ വിസിബിളി എന്ന ഒരു ഡിഫറൻസ് കർത്താവിന് ശേഷം ആണ് അത് കൂടുതൽ വെളിപ്പെട്ടു വന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ അബ്രഹാം തൊട്ട് മോശ വരെ ഉള്ളതിനേക്കാൾ കൂടുതൽ മോശ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ കർത്താവ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇൻവിസിബിൾ സ്പിരിച്വൽ കിങ്ഡമാണ്. ഭാവിയിൽ സ്പിരിച്വലും ഫിസിക്കലും കൺകാൺകെ ആ റൂൾ ഉണ്ടാകും. ഇത്രയും നമ്മൾ ഏറ്റവും കുറഞ്ഞത് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് മുന്നോട്ട് പോവാം. മാത്യു ചാപ്റ്റർ 10 നമ്മൾ വന്നപ്പോൾ നമ്മൾ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ കണ്ടു. യു പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. അത് അടുത്തിരിക്കുന്നു. അത് പ്രസംഗിക്കാൻ പറഞ്ഞു. അത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതൊരു മിനിസ്ട്രി ഓഫ് ഗ്രേസ് ആണ്. അങ്ങനെ തന്നെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടാകും, എന്നാൽ ദൈവത്തെ മാത്രം ഭയപ്പെടുക, മനുഷ്യരെ ഭയപ്പെടരുത്. ദൈവത്തെ ഫാമിലിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുക, മറ്റ് ഡിസൈപ്പിൾസിനെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഇങ്ങനെ പറഞ്ഞ് കർത്താവ് അവരെ വിടുന്നു. ഇവിടം വരെയാണ് നമ്മൾ എത്തിയത്. ഈ റീക്യാപ്പ് എല്ലാവരും ഓർത്തിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ ക്ലാസ്സിനും ഒരു 10 മിനിറ്റ് ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത സെക്ഷൻ ഇങ്ങനെയാണ്. നമ്മൾ കുടുംബത്തിലുള്ള നമ്മുടെ വാല്യൂസ് എല്ലാം നല്ലതാണ്, എന്നാൽ ദൈവത്തെ കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കണം. അപ്പോൾ ഒരു വാക്യമുണ്ട്, ഇഫ് യു ഗെറ്റ് യുവർ ലൈഫ് ലൈക്ക് ദിസ് then you will lose it. അപ്പൊ ജീവൻ കിട്ടിയാൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നും. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ അത് രക്ഷ നഷ്ടപ്പെടുന്നതാണോ അല്ലയോ എന്ന് സംശയം വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് ഒരു സ്ലൈഡിൽ എഴുതിയെന്നേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ലൈഫ് വിച്ച് വി വിൽ ഗെറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ലൈഫ് വിച്ച് വി വിൽ ലൂസ്. അതായത് നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ പറയുമ്പോൾ ആരെങ്കിലും അതൊന്ന് മലയാളത്തിൽ വായിച്ചാൽ മതി. നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിന് 10-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും മലയാളത്തില്? തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഓക്കെ, ആദ്യത്തത് ഒന്നുകൂടെ വായിക്കാം. ആദ്യത്തെ ഭാഗം, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. ആ ജീവൻ രക്ഷയല്ല. പിന്നെ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ആൻസർ ആണ് അടുത്ത ലൈനിലുള്ളത്.
എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ എന്റെ നിമിത്തം എനിക്ക് വേണ്ടി ഞാനും നീയുമായിട്ടൊരു ബന്ധമുള്ള സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജീവിതം ജീവിക്കാൻ നീ തയ്യാറെടുത്താൽ നിനക്ക് ജീവനെ കിട്ടും. അപ്പൊ അത് രക്ഷയല്ല, ഇറ്റ് ഈസ് ദ വേ വി ലീവ്. ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാനിത് എഴുതിയത്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ ഇച്ചിരി ക്ലിയർ ആയിട്ട്, അത് ഇച്ചിരി സിമ്പിൾ ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിക്കാം. 32 മുതൽ വായിച്ചിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. 32-ാം വാക്യം, എവ്രി വൺ ഹു അക്നോളജസ് മീ പബ്ലിക്ലി, എന്നെ പരസ്യമായിട്ട് കൺഫസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പരസ്യമായിട്ട് പിതാവിന്റെ മുമ്പിൽ കൺഫസ് ചെയ്യും, അല്ലെങ്കിൽ അക്നോളജ് ചെയ്യും. എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാനും അവരെ സ്വീകരിക്കില്ല. അതാണ് വേഴ്സ് 32. അത് കഴിഞ്ഞ് അതിന്റെ ക്രൂഷ്യൽ വാക്യം 37 ഇഫ് യു ലവ് യുവർ ഫാദർ ഓർ മദർ മോർ ദാൻ യു ലവ് മീ. നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്, എന്നിരുന്നാൽ തന്നെ എന്നേക്കാൾ കൂടുതൽ എപ്പോഴെങ്കിലും കുടുംബത്തിലുള്ള അപ്പനെയോ അമ്മയോ സ്നേഹിച്ചാൽ യു ആർ നോട്ട് വേർതി ഓഫ് ബീയിങ് മൈൻ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കുടുംബക്കാരെ കൂടുതൽ സ്നേഹിച്ച രക്ഷ നഷ്ടപ്പെടൂ? അതിലും വലിയൊരു ചോദ്യമുണ്ട്, ഒറിജിനലി രക്ഷിക്കപ്പെട്ടതാണോ? ഒരാൾ ഒറിജിനലി രക്ഷിക്കപ്പെട്ടാൽ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ദൈവത്തോടൊരു കടപ്പാട് തോന്നിയിട്ട് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ മടി കാണിക്കുക? ഇത് രണ്ടും ചേരില്ല. ഒരാൾ ശരിക്കും രക്ഷിക്കപ്പെട്ടെങ്കിൽ, ശരിക്കും ദൈവത്തോടൊരു കടപ്പാട് ഉണ്ടെങ്കിൽ, തീർച്ചയായും ആ വ്യക്തി കർത്താവിനെ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ തെറ്റ് പറ്റാം, പാപം കയറി വരാം. അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് അനുതപിച്ച് ദൈവമായുള്ള ആത്മബന്ധം പുതുക്കി മുമ്പോട്ട് പോകാം. അതല്ലാതെ ദൈവത്തെ സ്വീകരിച്ചു, പക്ഷേ എനിക്ക് ബാക്കിയുള്ളതിനോട് ഇഷ്ടം കൂടുതൽ എന്ന് ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒറിജിനലി രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. കാരണം ബൈബിളിൽ പത്രോസിന്റെ ലേഖനത്തിലൊക്കെ എടുത്തു പറയുന്നുണ്ട്, മേക്ക് യുവർ എലക്ഷൻ ഷുവർ. നിന്റെ തെരഞ്ഞെടുപ്പ് കറക്റ്റ് ആണെന്ന് നീ ഉറപ്പ് വരുത്തുക. ഞാൻ സ്വർഗത്തിൽ പോകുന്നു എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, ദൈവത്തിനും കൂടെ അത് ക്ലിയർ ആകണം. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ രക്ഷിക്കപ്പെട്ട ആള് ദൈവത്തെ ആയിരിക്കും ഏറ്റവും അധികം സ്നേഹിക്കുക. കാരണം ആ കടപ്പാടുണ്ട്, ദൈവം എന്ന വ്യക്തിയോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ഭയമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ ഒരുപക്ഷെ അപ്പനെയോ അമ്മയോ മക്കളെയോ കൂടുതൽ സ്നേഹിച്ചെന്ന് വന്നേക്കാം. ആരും പെർഫെക്റ്റ് അല്ല. അവർക്ക് അനുദപിച്ച് കറക്റ്റ് ചെയ്ത് അനുസരിക്കാനുള്ള പ്രൊവിഷനുണ്ട്. അത് വേറൊരു കാറ്റഗറിയാണ് ആൾക്കാരാ. എന്നാൽ വേറെ കുറെ ആൾക്കാരുണ്ട്, രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ കർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയാണ് എനിക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. ഓക്കെ, നമുക്കിനിയും എന്നെ കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ച്, എല്ലാം രക്ഷിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ ദൈവത്തെ, കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുസരിക്കാൻ നമ്മൾ കമ്മിറ്റഡ് ആകുമ്പോൾ നമുക്ക് വീഴ്ചകൾ പറ്റാം. അങ്ങനെ വീഴ്ച പറ്റിയാൽ അനുദപിച്ച് നമ്മൾ ആ ഒരു ഫെലോഷിപ്പ് റീസ്റ്റോർ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുക. അപ്പൊ കർത്താവ് ഈ രണ്ട് കൂട്ടരെയും അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പോയിന്റ് ഇതാണ്, ഇഫ് യു ലവ് യുവർ ഫാദർ ഓർ മദർ മോർ ദാൻ യു ലവ് മീ, യു ആർ നോട്ട് വർതി ഓഫ് ബീയിങ് മൈൻ. അവിടെ പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ അനുസരിക്കുന്നവർക്ക് വല്ലപ്പോഴും തെറ്റുപറ്റി എന്നതല്ല. എന്നെ ഒട്ടും താല്പര്യമില്ല, മറ്റു കാര്യങ്ങൾക്കാ താല്പര്യം, പക്ഷേ ഞാൻ കർത്താവിന്റെ പുറകെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് വർതി ഓഫ് മീ. അവിടെയാണ് മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ടത് ആരാ എന്നൊരു പരിധിയിൽ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ മനുഷ്യന്റെ ഫലത്താൽ തിരിച്ചറിയാം. അപ്പം 100 പേരുള്ള സഭയിൽ എല്ലാവരുടെ ഫലം അന്വേഷിച്ച് നടക്കാൻ സമയമൊന്നുമില്ലല്ലോ.
അവിടെ ഇവിടെ ഒക്കെ കാണാം, അവിടെ ഇവിടെ ഒക്കെ ഒരു ജഡ്ജ്മെന്റിൽ എത്താം എന്നല്ലാതെ ആ കറക്റ്റായിട്ട് ഒറിജിനൽ രക്ഷിക്കപ്പെട്ടത് ആരാണെന്ന് മനുഷ്യന് ഒരു പരിധി വിട്ട് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യന് ആരുടെയും മനസ്സ് അറിയാൻ പറ്റില്ല. പക്ഷെ ഫലത്താൽ ഒരാളെ തിരിച്ചറിയാം. അതിനും അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മളോട് അടുത്ത് പെരുമാറുന്നവരുടെ ജീവിത രീതി കണ്ട് നമുക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റും രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന്. അതല്ലാതെ ഒരു ലാർജ് ഗ്രൂപ്പ് എല്ലാവരുടെയും നമുക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കില്ല. അപ്പൊ പോയിന്റ് ഇതാണ്, ഒറിജിനലി രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുകയും എനിക്ക് വേറെ പല കാര്യങ്ങളാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ പാരൻസ്, എൻ്റെ മക്കള്, അതെല്ലാം അതാണ് എനിക്ക് പ്രയോറിറ്റി, അത് കഴിഞ്ഞിട്ടേ കർത്താവ് ഉള്ളൂ എന്ന ഒരു മനോഭാവമാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എപ്പോഴും ദൈവമാണ് ഫസ്റ്റ്. ദൈവമാണ് ഫസ്റ്റ് എന്ന് വെക്കുന്ന വ്യക്തികൾക്ക് പോലും ജീവിതത്തിൽ വീഴ്ചകൾ വന്നേക്കാം. അപ്പൊ ഒരു ട്രൂ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവമാണ് ഫസ്റ്റ്. സ്വന്തം കുടുംബത്തെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഒറിജിനൽ രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെ ഒറിജിനൽ രക്ഷിക്കപ്പെട്ടവർക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ പ്രയാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാം, അതില്ലെന്ന് ഞാൻ പറയില്ല. അത് ഒരു വേറെ സെപ്പറേറ്റ് കേസാണ്. പക്ഷെ ജനറലി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും കർത്താവിനേക്കാൾ കൂടുതൽ വേറെ എന്തിനെങ്കിലും അട്രാക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അത് നോട്ട് വേർതി ഓഫ് മീ. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. എന്നിട്ട് 38-ാം വാക്യത്തില്, ഇഫ് യു റെഫ്യൂസ് ടു ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ, യു ആർ നോട്ട് വേർതി ഓഫ് ബീയിങ് മൈൻ. അപ്പൊ നമ്മളിതിൽ തെറ്റിദ്ധാരണയുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഫേഷ്യൻസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, യു ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. അപ്പൊ രക്ഷയിൽ നല്ല പ്രവൃത്തി അടങ്ങിയിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടോ പെട്ടോ, നന്നായി ജീവിക്കണം, അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്ന് പറയുന്നവര് ദൈവം മക്കളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവം അത് ഫൈനൽ ഡിസിഷൻ എടുക്കും. പിന്നെ ആ വ്യക്തിയുടെ തൊട്ടടുത്തുള്ളവർക്ക് അറിയാം ഒറിജിനൽ രക്ഷിക്കപ്പെട്ടതാണ് ഒരു പരിധി വരെ, അതിനും ലിമിറ്റേഷൻ ഉണ്ട്. 39 എന്നിട്ടാണ് പറയുന്നത്, ഈ ട്രാൻസ്ലേഷനിൽ അത് ഇച്ചിരി സിമ്പിൾ വാക്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് യു ക്ലിങ് ടു യുവർ ലൈഫ് യു വിൽ ലൂസ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ ജീവന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആണെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ്. ബട്ട് ഇഫ് യു ഗിവ് അപ്പ് യുവർ ലൈഫ് ഫോർ മീ, മറ്റെല്ലാത്തിനേക്കാൾ എല്ലാം ത്യജിച്ച് എന്നെ സ്വീകരിച്ച് ഞാൻ പറയുന്ന അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവനെ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവനെ കണ്ടെത്തും. അപ്പം രക്ഷ എന്ന ഒരു തീമും രക്ഷിക്കപ്പെട്ടവർക്കും രണ്ടും ഈ പാസേജ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടാത്തൊരു ഗ്രൂപ്പുണ്ട്. അവര് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, പക്ഷെ എനിക്ക് കർത്താവിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ കർത്താവുള്ളൂ. അങ്ങനെയുള്ള ആളുകളോട് കർത്താവ് പറയുന്നത്, യു ആർ നോട്ട് വേർതി ഓഫ് മീ. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട്, രക്ഷിക്കപ്പെട്ടു, കർത്താവിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്, ഇടയ്ക്ക് തെറ്റുപറ്റി, അവർക്കും തെറ്റ് തിരുത്താനുള്ള ചാൻസ് എന്തായാലും ദൈവം കൊടുക്കും. അവരോടും പറയുന്നത്, നിങ്ങൾ തെറ്റ് തിരുത്തുമ്പോൾ തന്നെ ദൈവം പറയുക, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എന്തിനേലും സ്നേഹിച്ചാൽ യു ആർ നോട്ട് വേർതി ഓഫ് മീ എന്ന് പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, ഒറിജിനൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഒറിജിനൽ രക്ഷിക്കപ്പെട്ടിട്ടല്ല രക്ഷിക്കപ്പെട്ടു എന്നേ ഉള്ളൂ, ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ദിസ് തിങ് ത്രൂ. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ക്രിസ്ത്യനാന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്നാൽ കർത്താവിനോടൊരു കടപ്പാടില്ല, ഒരു അനുസരണമില്ല എന്ന് പറയുമ്പോൾ അതൊരു മാച്ചിങ് അല്ല. വളരെ കെയർഫുൾ ആയിരിക്കണം. അതൊന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. രക്ഷ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഉറപ്പുവരുത്തണമെന്ന് ബൈബിള് എപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ,
ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യോ ചോദിക്കുകയാണെങ്കിൽ, അല്ല ഇപ്പോൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അല്ലാത്തത് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ഫോർമലായിട്ട് നമുക്കത് ഉത്തരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൽ 2 മെയിൻ കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എന്തിനാണ് കർത്താവ് ഈ കഥാരൂപത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്? രണ്ടാമത്, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഇപ്പൊ ബൈബിൾ കയ്യിൽ ഉള്ളവര് 13 ഒന്ന് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഒന്ന്, 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാമോ? അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. 19-ാം വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. 24-ാം വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. 31, 33. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം, അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിലിട്ടു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം, അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. 44, 45. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം, അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. 47. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. 52-ാം വാക്യം അവസാനമായിട്ട്. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വാക്യം 1, 2, 3, 4, 5, 6, 7, 8, 9 വാക്യങ്ങളിൽ തന്നെ സ്വർഗരാജ്യം 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 ഇങ്ങനെയാണ്, സ്വർഗരാജ്യം അങ്ങനെയാണ്, സ്വർഗരാജ്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, സ്വർഗരാജ്യത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ ആ കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആളുകളുടെ ചില വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ 13-ാം അധ്യായത്തിൽ കർത്താവ് ആ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ ആ കഥകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ 13-ാം അധ്യായം തുടങ്ങുന്നത് കർത്താവ് വന്നു ഒരു കഥ പറഞ്ഞു. 3-ാം വാക്യം, 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു കഥ പറയാണ്. ആ കഥ പറയുമ്പോൾ ഇങ്ങനെയാണ്: ഒരാൾ വിതയ്ക്കാൻ പോയി, വിതച്ച് ചിലത് നല്ല സ്ഥലത്ത് വീണു, ചിലത് വേസൈഡിൽ വീണു, ചിലത് കല്ലുള്ള സ്ഥലത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു. ഇതെല്ലാം കഥയാണ്. നമ്മൾ കഥ വായിക്കുമ്പോൾ സൂക്ഷിച്ച് വായിക്കണം. അലങ്കാര ഭാഷയാണ്. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ തോന്നാം അതിപ്പോ വിതയ്ക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ വിതയ്ക്കണ്ടേ. അവിടെ ഇവിടെ ഒക്കെ നോക്കി വിതച്ചാൽ കുറെ കല്ലിൻ്റെ ഉള്ളിൽ പോവും, കുറെ വഴിയരികി പോവും, കുറെ പാറപ്പുറത്ത് വീഴും. ഒരല്പമല്ലേ നല്ല സ്ഥലത്ത് വീഴുകയുള്ളൂ. അത് വിതച്ച ആളുടെ കുഴപ്പമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്. അപ്പൊ കഥ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്തിനാണ് ആ കഥ പറഞ്ഞത്, എന്ത് ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ കഥ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ആ 13-ാം അധ്യായം വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 9 വരെ ഒരു കഥ പറയുകയാണ് കർത്താവ്. എന്നിട്ട് ആ കഥയുടെ മീനിങ് 19 തൊട്ട് 23 വരെയുള്ള വാക്യം ശ്രദ്ധിച്ചു നോക്കുക. 13-ന്റെ 3 തൊട്ട് 9 വരെ കഥ പറയുകയും 19 തൊട്ട് 23 വരെയാണ് ആ കഥയുടെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നത്.
ഈ രണ്ടിന്റെ ഇടയിലാണ് 10 മുതൽ 18 വരെയുള്ള വാക്യം. അപ്പോൾ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇതിനകത്ത് സാൻഡ്വിച്ച് പോലെ വെച്ചേക്കുക, ദോശയ്ക്കകത്ത് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്ന പോലെ. ഈ കഥയുടെ ഈ കഥ കൊണ്ട് കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ 10 മുതൽ 17 വരെയുള്ള വാക്യം അതിനകത്ത് ദൈവം ഇൻസേർട്ട് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പറയാണ്, ദൈവരാജ്യത്തിൽ പല രീതിയിൽ കർത്താവിന്റെ പ്രമാണങ്ങളോട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതായത് നല്ല നിലത്ത് വീണ വിത്ത് നന്നായി പ്രതികരിക്കുന്നവര്, മുള്ളിന്റെ ഇടയിൽ വീണത് വേറെ രീതിയിൽ പ്രതികരിക്കുന്നവര്, കല്ലിന്റെ ഇടയിൽ വീണത് ഒരു വേറെ രീതിയിൽ പ്രതികരിക്കുന്നവര്, അങ്ങനെ വേസൈഡിൽ വഴിയരികിൽ വീണത് ബേർഡ്സ് എടുത്തുകൊണ്ട് പോയത് കാണിക്കുന്നത് വേറെ രീതിയിൽ, അങ്ങനെ പല രീതിയിൽ ഈ പ്രമാണങ്ങൾ കേട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അതിലേറ്റവും നന്നായി പ്രതികരിക്കുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്ത്. ഇത് പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കഥയുടെ ആ നടുകഷ്ണം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ആദ്യം ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ അപ്പൊ 10ാം വാക്യത്തില് ഡിസൈപ്പിൾസ് കർത്താവിനോട് ചോദിക്കുക, വൈ ഡു യു സ്പീക്ക് ടു ദം ഇൻ പാരബിൾസ്? എന്തിനാണ് ഇങ്ങനെ കഥയായിട്ടൊക്കെ പറയുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് അറിയാനുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു, ദൈവം വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായത്. പക്ഷെ അവർക്കോ അത് കൊടുത്തിട്ടില്ല. അത് മലയാളത്തിൽ വായിക്കാമോ? അവർക്കോ ലഭിച്ചിട്ടില്ല. അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലഭിക്കാത്തത് കൊണ്ടാണ് മനസ്സിലായത്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പൊ ലഭിച്ചില്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? താഴത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാ. കൊടുത്തിട്ടും 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 സ്വീകരിക്കാത്തതുകൊണ്ട് ദൈവം അത് ശിക്ഷയ്ക്കായിട്ട് തീർത്തു. അതുകൊണ്ട് അവരെ വെളിപ്പെടുത്തുന്നത് സ്റ്റോപ്പ് ചെയ്തു. എന്തിനാ? അത് ശിക്ഷയ്ക്കായി ഹേതുവാകാൻ വേണ്ടി. അതുകൊണ്ടാണ് ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ്. അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രതികരണം മത്സരമായതുകൊണ്ട് മത്സരികൾക്കുള്ള ശിക്ഷ എന്താണ്? അവരെ വീണ്ടും മത്സരിച്ച് പോവാൻ അനുവദിക്കും. അത് നമുക്കത് വായിക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ ഇസ്രായേൽ യഹൂദന്മാരുടെ ഈ ഈ ഈ ജീവിത രീതി അല്ലെങ്കിൽ ഈ പ്രതികരണം പ്രവചിച്ചിട്ടുള്ളതാണ്. ആ പ്രവചനം കൂടെ കർത്താവ് അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അത് 14ഉം 15ഉം ഒന്ന് വായിക്കാമോ? നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് തന്നെ. അതുകൊണ്ടാണ് കർത്താവ് കഥയായിട്ട് പറയുന്നത്. അതായത് അവർക്ക് ന്യായവിധി കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് കഥയായിട്ട് പറയുന്നത്. കാരണം ഇത് കേട്ട് മനസ്സ് തിരിഞ്ഞു വന്ന് ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന്. അത് സംശയം ഉണ്ടെങ്കിൽ 15ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒരു പ്രാവശ്യം വായിക്കാമോ? നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകൻ അവർ വരുന്നു. അതെ, അങ്ങനെ ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിനാണ്. സോ ദൈവം കൂടെ വിചാരിച്ചാലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ആത്മീയ ജീവിതം നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഓണാക്കാനും സൗകര്യമുള്ളപ്പോൾ ഓഫാക്കാനും പറ്റില്ല. ദൈവം കൂടെ വിചാരിക്കണം ദൈവത്തോട് നമുക്ക് അടുക്കണമെങ്കിൽ. അപ്പം ആളുകൾ വളരെ മത്സരബുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ എതിരെ പ്രതികരിച്ചപ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തത് എന്താ? ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാകില്ല. മനസ്സിലായാൽ നിങ്ങൾ തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കരയും, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. സോ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേഷൻ ഇച്ചിരി ക്ലിയർ ആണ്. ലെസ്റ്റ് യു ഷുഡ് സീ. ലെസ്റ്റ്
യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്കൊരു പാട്ടില്ലേ, ലെസ്റ്റ് ഐ ഫൊർഗെറ്റ് ഗെറ്റ്സെമനെ, ലെസ്റ്റ് ഐ ഫൊർഗെറ്റ് ദൈ ആഗണി. അതിന്റെ മലയാള പരിഭാഷ എന്തുവാ? ഞാൻ ഗെറ്റ്സെമനെ മറക്കാതിരിക്കാൻ, ഞാൻ ആ ആഗണി മറക്കാതിരിക്കാൻ എന്നെ കുരിശിങ്കിലേക്ക് നയിക്കണേ. അതാണ് ലെസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, LEST. അപ്പം ശിക്ഷയായിട്ട് അവർക്ക് ഈ കഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെളിപ്പാട് അവർക്ക് കൊടുക്കാതിരുന്നത് അത് അവർക്ക് ഉണ്ടായ ഒരു ശിക്ഷയാണ്. അപ്പം അവരുടെ ഈ പ്രതികരണമാണ് കർത്താവ് അവരെ ന്യായം വിധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ന്യായം വിധിക്കുന്നത്. അപ്പം ഈ പ്രതികരണത്തിനെ പറ്റിയാണ് ഈ കഥ. ദൈവരാജ്യത്തിൽ പല രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ചില ആളുകൾ ഇത് ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ, അതായത് 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചില ആളുകൾ ഇതെല്ലാം കേൾക്കും, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. കാരണം അതിനുള്ള ശ്രദ്ധ കൊടുത്തിട്ടില്ല. അതാണ് വഴിയരികിൽ വീണ വിത്ത്. അതൊരു പ്രതികരണം. 20-ാം വാക്യത്തില് കല്ലിന്റെ മേളിൽ വീണ് ആ വിത്തോ, അവര് വാക്ക് കേട്ടു, ഉടനെ സന്തോഷത്തോടെ സ്വീകരിച്ചു, പക്ഷെ വേരില്ല. കുറച്ചു നേരമൊക്കെ സഹിച്ചു, പക്ഷെ പെർസിക്യൂഷനൊക്കെ വന്നപ്പം ഇട്ടേച്ചു പോയി. അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ അനുസരണത്തിന്റെ കൽപ്പനകളൊക്കെ അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. പിന്നെ ഉള്ളിന്റെ ഇടയിൽ വീണതോ, അത് പണത്തിന്റെയും ലോകത്തിന്റെ ആ അട്രാക്ഷന്റെ പുറകെ പോയിട്ട് ദേ ബിക്കം അൺഫ്രൂട്ട്ഫുൾ. പോക്ക് കറക്റ്റായിട്ട് ട്രാക്കിലാണ്, പക്ഷെ ഇടയ്ക്ക് പൈസയും ലോകവും ഒക്കെ കയറി വന്ന് ഫലമില്ലാത്തവരായിപ്പോയി. എന്നാൽ 23-ാം വാക്യത്തിൽ അത് കേട്ട് മനസ്സിലാക്കി അനുസരിച്ച് ഫലം പ്രയോഗിക്കുന്നവര് ആണ് ഏറ്റവും നന്നായിട്ട് പ്രതികരിച്ചവർ. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്വത്തിൽ നന്നായി പ്രതികരിക്കുന്നവരുണ്ട്, പണത്തിന്റെയും ലോകത്തിന്റെയും ഇൻഫ്ലുവൻസിൽ തെറ്റായ രീതിയിൽ പോയിട്ട് അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്, സന്തോഷത്തോടെ എല്ലാം സ്വീകരിക്കും പക്ഷെ വേരില്ലാതെ ജീവിക്കുന്ന പ്രതികരണമുള്ളവരുണ്ട്, പിന്നെ കേട്ടത് ശ്രദ്ധ കൊടുക്കാതെ അതങ്ങ് പോകും, അങ്ങനെ പ്രതികരിക്കുന്നവരും ഉണ്ട്. അപ്പം ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്നത് നല്ല സ്ഥലത്ത് വീണ വിത്ത് പോലെയാണ്. അപ്പം മനുഷ്യ മനസ്സ് ദൈവത്തിന്റെ രാജ്യത്വത്തിൽ പല രീതിയിലാണ്. എല്ലാവരും ഒരുപോലെ ആത്മീയരല്ല. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ കഴമ്പൊന്നുമില്ല. ചിലർക്ക് കഴമ്പൊക്കെ ഉണ്ട്, പക്ഷെ ലോകവും പൈസയും കുടുംബവും എല്ലാം ആയിട്ട് വരുമ്പം ദൈവത്തിനുള്ള സ്ഥാനമില്ല, അവര് ഫലമില്ലാതെയായി പോകും. ചിലവർക്ക് നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ്. So this parable provides a reminder that even the most enthusiastic outward response to the gospel offers no guarantee that one is a true disciple. വെറുതെ കുറെ സന്തോഷിച്ചിട്ടൊന്നും അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടൊന്നും ട്രൂ ഡിസൈപ്പിൾ ആണെന്ന് ബുദ്ധിമുട്ടാണ് മനുഷ്യ മനസ്സുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ. Only the tests of time, perseverance under difficult circumstances, avoidance of idolatries of wealth and anxiety, and presence of appropriate fruit can prove that you are a true disciple. ചുരുക്കി പറഞ്ഞ, ഒറിജിനലി രക്ഷിക്കപ്പെട്ടത് ആരൊക്കെയാണെന്ന് ദൈവത്തിന് അറിയുള്ളൂ. ആയുസ് ഉണ്ടെങ്കിൽ സമയം തെളിയിക്കും. അപ്പം ഈ ഡിസൈപ്പിൾഷിപ്പും രക്ഷയും ഇങ്ങനെ പെടഞ്ഞിരിക്കുകയാണ്, ഇന്റർമിങ്കിൾഡ് ആണ്. മനുഷ്യനൊരു പരിധിയുണ്ട്. 100 പേരുള്ള സഭയിൽ എത്ര പേര് ഒറിജിനൽ രക്ഷിക്കപ്പെട്ടതാണെന്ന് നമുക്ക് തുറന്നു നോക്കി കണ്ടുപിടിക്കാൻ പറ്റൂല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ അനുസരണം എവിടെ? സ്വഭാവം മാറിയത് എവിടെ? സഭയിലെ ഒരു സ്വഭാവം, വീട്ടിൽ വേറെ സ്വഭാവം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന കുറെ പേരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരോ ഡിസൈപ്പിൾ സമയമെടുത്ത് ശിഷ്യരായിരിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ പല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഈ പാരബിൾ നമ്മളെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത പാരബിൾ ഓഫ് വീറ്റ് ആൻഡ് ടേഴ്സ്. അത് 24 മുതൽ 30 വരെയുള്ള
വാക്യത്തിലാണ് ആ പാരബിൾ ഉള്ളത്. ആ പാരബിളിൽ എന്തോ പറയുന്നത്, ഒരാള് ഒരു സ്ഥലത്ത് വിത്തിട്ടു, നല്ല വിത്തിട്ടു, കിടന്നുറങ്ങിയപ്പോ എനിമി വന്ന് വീഡ്സ് അല്ലെങ്കിൽ ടേഴ്സ് അതിന്റെ ഇടയിൽ കൊണ്ട് ഇട്ടു. ആ, മഴ വന്നപ്പം നല്ല വിത്തും മോശമായ പ്ലാന്റ് എല്ലാം വളർന്നു. അപ്പം വേലക്കാര് പറഞ്ഞു, ശത്രു ഇത് ചെയ്തു, ഞങ്ങൾ പോയതിനെ പറിച്ചെടുക്കട്ടെ. അപ്പം പറഞ്ഞു, വേണ്ട വേണ്ട. 29-ാം വാക്യത്തില് ആ മോശമായ അല്ലെങ്കിൽ വിതയ്ക്കാത്ത ആ പ്ലാന്റ് വളർന്നു നിപ്പുണ്ട്, അതിനെ പറിക്കുമ്പം നല്ലതും കൂടെ പിഴുതു പോവും. അതുകൊണ്ട് ഒരുമിച്ച് ഇപ്പൊ പറിക്കണ്ട, ഇതിന്റെ അവസാനം കൊയ്ത്തിന്റെ സമയത്ത് എല്ലാം കൂടെ കൊയ്യാം, എന്നിട്ട് നമുക്കുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം അങ്ങ് കളയാ, കത്തിക്കുക. ഇതാണ് ആ കഥ. അപ്പം അവിടെയും കർത്താവ് പറയുന്നത് ദൈവരാജ്യം ഇങ്ങനെയാണെന്ന. എങ്ങനെയാണ്? ദൈവരാജ്യത്തിൽ മിക്സഡ് ആൾക്കാരാ. നല്ല ആൾക്കാരും ഉണ്ട്, അനുസരിക്കാത്ത ആൾക്കാരും ഉണ്ട്. അത് ഒരുമിച്ചേ വളരുകയുള്ളൂ. പക്ഷെ മോശമായ അവിശ്വാസികളെ ദൈവം ഒറ്റയടിക്കെടുത്ത് കളയില്ല. കാരണം വിതയ്ക്കാത്തതിനെ മാറ്റുമ്പോൾ വിതച്ചതിനും അത് ദോഷമായിത്തീരും. അപ്പം യുവർ ഡിഫിക്കൽട്ടീസ് ഡു നോട്ട് സർപ്രൈസ് ഗോഡ്. ഇറ്റ്സ് നോട്ട് ഈവൻ എ ചലഞ്ച്. പല കാര്യങ്ങളും പിഴുതു മാറ്റാത്തത് നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. അപ്പം വിതച്ച സാധനവും വളരും, വിതയ്ക്കാത്ത സാധനവും വളരും. നമ്മൾ വിചാരിക്കും വിതയ്ക്കാത്ത സാധനം എൻ്റെ ചുറ്റുമുണ്ടല്ലോ, ഇത് ദൈവത്തിന് മാറ്റിക്കൂടെ? ദൈവം പറയും, എല്ലാം എനിക്ക് മാറ്റാൻ പറ്റും. പിഴുതു മാറ്റുമ്പോൾ നല്ലത് വളരുന്നുണ്ടല്ലോ, അതിനെയും കൂടെ ഹേർട്ടാവും. അതുകൊണ്ട് എല്ലാം വളരട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ. കൊയ്ത്തിന്റെ സമയത്ത് ഞാൻ എല്ലാം കൂടെ ഒറ്റ അടിക്കാൻ കൊയ്യും, എനിക്കുള്ളത് ഞാൻ എടുക്കും, ബാക്കി ഉള്ളത് കത്തിക്കും. ദൈവരാജ്യം എങ്ങനെയാണ്? ഒറ്റ നോട്ടത്തിൽ എല്ലാവരും ദൈവരാജ്യത്തിലാന്ന് തോന്നിപ്പോവും. കളയും. അതായത് മലയാളത്തിൽ എങ്ങനെയാ, രണ്ടും വീറ്റ് ആൻഡ് ടേഴ്സ്. അപ്പം നല്ലതും മോശമായുള്ളതെന്ന് പറയുമ്പോൾ ബാക്കി എത്രയായിരുന്നു? 24-ാം വാക്യത്തില് അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാവുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. കള വിതച്ചു, ഗോതമ്പും കളയും. അപ്പൊ രണ്ടും വളരും, രണ്ടും ഒരേ വയലിൽ വളരും. ദൈവരാജ്യം അങ്ങനെയാ. ചിലപ്പം ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്ന സാഹചര്യമാണ്. കളയെടുത്ത് മാറ്റാത്തത് ഗോതമ്പും കൂടെ പിഴുതു പോകാതിരിക്കാൻ വേണ്ടിയാ. അപ്പൊ കഥയാണ്. അതിന്റെ പോയിന്റ് ഇതാണ്, ദൈവരാജ്യത്തിൽ നമുക്ക് ഒറ്റയടിക്ക് തോന്നുമ്പോൾ തോന്നും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുപോലെ നിൽക്കുന്നു, ഒരേ ഹൈറ്റ്, ഒരേ നിറം, അതും പച്ച ഇതും പച്ച, അതും ബ്രൗൺ ഇതും ബ്രൗൺ. ശരിയാണ്. പക്ഷെ കൊയ്ത്തിന്റെ സമയം വരുമ്പോൾ ഗോതമ്പ് വേറെ, കള വേറെ. അതുകൊണ്ട് രക്ഷയെ ഉറപ്പാക്കുക. ദൈവരാജ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് സീരിയസ് ആണ്. കാരണം അത് ഒറിജിനൽ ആണെങ്കിലേ ഡിസൈപ്പിൾഷിപ്പ് ആകാൻ പറ്റുള്ളൂ. ഡിസൈപ്പിൾഷിപ്പ് ആകണമെങ്കിൽ ആദ്യം വേണ്ടത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ്, ഞാനൊരു 5 മിനിറ്റ് ഇവിടെ കൂടുതൽ എടുക്കുവേ, 4 മിനിറ്റ്, എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഇത് റിവൈസ് ചെയ്യാം. അതൊന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാനാണ്. അടുത്തതാണ് പാരബിൾ ഓഫ് മസ്റ്റാർഡ് സീഡ് ആൻഡ് ലീവൻ. അത് മസ്റ്റാർഡ് സീഡ് ചെറുതാണ്, പക്ഷെ അത് വലിയ ഒരു അതിന്റെ ആ സീഡിനെ സൈസ് നോക്കി കഴിയുമ്പോൾ അതിനെ എത്രയോ ആയിരക്കണക്കിന് മടങ്ങാണ് ആ ചെടിയുടെ വലിപ്പം. അതുപോലെയാണ് പുളിപ്പ്. ഈസ്റ്റ് ഇച്ചിരിയേ ഉള്ളൂ, അതൊരല്പം കൊണ്ട് വെച്ചാൽ മതി, മാവ് മൊത്തം പുളിക്കും. ദൈവരാജ്യം അതുപോലെയാ, ഇച്ചിരിയേ ഉള്ളൂ, തുടങ്ങുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ അത് തീർച്ചയായും വളരും. അതിന് എണ്ണം കൂടും, അതിന്റെ ഇൻഫ്ലുവൻസ് കൂടും. തുടങ്ങിയപ്പോൾ 12 ശിഷ്യന്മാരും പിന്നെ കുറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പിന്നെ അത് വലുതായി. ദൈവരാജ്യം അങ്ങനെയാണ്, തുടങ്ങുമ്പോൾ ചെറുതും, പക്ഷെ അത് എന്തായാലും വളരും. ഗോഡ്സ് ഇനീഷ്യേറ്റീവ്സ് ആർ ഓൾവേസ് സക്സസ്ഫുൾ, even when defined as not significant, because God always wins. അപ്പൊ ദൈവരാജ്യം ഇങ്ങനെയൊക്കെയാ കർത്താവ് ഫ്രാങ്ക് ആയിട്ട് പറയുക. അതിനുശേഷം കർത്താവ് വേറെ കഥ പറഞ്ഞു.
ഒരു ട്രഷറും ഒരു പേളും. ഒരാൾക്ക് തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരു നിധിയും അല്ലെങ്കിൽ ഒരു മുത്ത് അത് വാങ്ങിക്കാൻ തനിക്കുള്ളതെല്ലാം വിറ്റ് വളരെ അധ്വാനിച്ച് അങ്ങനെയുള്ള കാര്യം ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് ദൈവരാജ്യത്തിലുള്ളവര് തനിക്ക് ജെനുവിനായിട്ട് കമ്മിറ്റഡ് ആയിട്ട് തനിക്കുള്ളതെല്ലാം, ഇഫ് യു ലവ് എനിത്തിങ് മോർ ദാൻ മീ, യു ആർ നോട്ട് വർതി ഓഫ് മീ. എന്നേക്കാൾ കൂടുതൽ നീ എന്തിനെ സ്നേഹിച്ചാലും നീ എനിക്ക്, യു ആർ നോട്ട് വർതി ഓഫ് മീ. കർത്താവ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. നമ്മളാണ് ഈ പറയുമ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് പറയുന്നത്. പക്ഷെ കർത്താവ് ക്ലിയർ ആണ്. എന്നെ ടോപ്പ്, എന്നെ ആദ്യം, എന്നെ മാത്രമാണ് ആദ്യം വെക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടവർ അങ്ങനെയാണ്. ഒറിജിനലി രക്ഷിക്കപ്പെട്ടവർ അങ്ങനെയാണ്. അതാണ് എന്റെ വ്യത്യാസം. അങ്ങനെയുള്ളവർക്കും വീഴ്ച പറ്റും, അത് വേറെ കാര്യം. പക്ഷെ ഒറിജിനലി രക്ഷിക്കപ്പെട്ടവര് എപ്പോഴും ദൈവത്തെ മുളി പിടിക്കും. അത് കഴിഞ്ഞ് ഒരു വലയുടെ പറഞ്ഞു, മീൻ പിടിക്കാൻ വലയിട്ട പോലെ ഇരിക്കും. ദൈവരാജ്യം അങ്ങനെയാണ്. നമുക്കിതെല്ലാം അടുത്ത ആഴ്ച ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. പക്ഷെ ഒന്ന് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കണമെന്നുണ്ട്. 2 മിനിറ്റും കൂടെ ഉള്ളൂ. 47 മുതൽ 50 വരെ ഒരു വല വീശിയ പോലെ ഇരിക്കും. അങ്ങനെ വല വലിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നല്ല മീനും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത മീനും കാണും. അതിനെ വേർതിരിക്കും. എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ഈസ് പെയിൻഫുള്ളി ഡേഞ്ചറസ് ഇഫ് യു ആർ നോട്ട് ബോൺ അഗെയിൻ ഓർ ജെനുവിൻലി സ്പിരിച്വൽ. രക്ഷിക്കപ്പെട്ടു പക്ഷെ ആത്മീയനല്ല എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് ഉത്തരം പറയാം. രക്ഷിക്കപ്പെട്ടോ പെട്ടു, ആത്മീയനാണോ? ഒരു ആത്മീയനോ അല്ല. നമുക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റൂലല്ലോ. രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നേക്കാം, അത് വേറെ കാര്യം. പക്ഷെ രക്ഷിക്കപ്പെട്ടു, ആത്മീയ കാര്യത്തിൽ താല്പര്യമൊന്നുമില്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടതാണോ? കാരണം സൂക്ഷിക്കണം, ദൈവരാജ്യം അങ്ങനെയാണ്, കളിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തെ കളിപ്പിക്കുക, ദൈവത്തോട് ആത്മബന്ധം ഉള്ളവർക്ക് മാത്രമുള്ളതാണ് ദൈവരാജ്യം. കെയർഫുൾ ആയിരിക്കണം. അതിന് അവസാനത്തെ കഥ, ഒരു ഹൗസ് ഹോൾഡർ, ഈ ദൈവരാജ്യത്തെ പറ്റി അറിയുന്ന ആളുകള് ഒരു വീട്ടുടമയെ പോലെയാണ്. ആ വീട്ടുടമയുടെ അലമാരിയിൽ നിന്ന് ട്രഷേഴ്സ്, പുതിയതും പഴയതും എന്ന് പറഞ്ഞാൽ മെസ്സിഹ വരുന്നതിന് മുമ്പ് മെസ്സിഹയെ പറ്റി പറഞ്ഞ കാര്യങ്ങളും മെസ്സിഹ വന്നു കഴിഞ്ഞിട്ട് മെസ്സിഹ ചെയ്യാൻ പോണു എന്ന് പറഞ്ഞ കാര്യങ്ങളും രണ്ടും മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വിശ്വസിക്കുന്ന ആളുകൾ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 52-ാം വാക്യം, therefore every scribe instructed in the kingdom of heaven. ഈ ഉപദേശം, ഈ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പീര് കേട്ട എല്ലാ സ്ക്രൈബും പഴയതും പുതിയതും കണക്ട് ചെയ്യാൻ, മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. അങ്ങനെ പറഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. The ones instructed in the kingdom needs to see God's plan and how it is connected in the Old Testament, before Messiah and after Messiah. ഇതാണ് ദൈവരാജ്യത്തെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പല രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. അതിൽ നല്ല നിലത്ത് വീണതാണ് ശരിക്കുള്ള പ്രതികരണം. ദൈവരാജ്യത്തിൽ ഗോതമ്പും കളയുമുണ്ട്. രണ്ടും ഒരുമിച്ച് വളരുന്ന പോലെ എല്ലാം ഗോതമ്പായിട്ട് തോന്നും. ചിലപ്പോൾ എല്ലാം കുറെ കളയായിട്ട് തോന്നും, പക്ഷെ മാറ്റില്ല. കാരണം ഗോതമ്പിന് ദോഷം വരാതിരിക്കാൻ അത് അവസാനം വേർതിരിക്കും. പിന്നെ കടുകുമണി പോലെ ചെറുതുമാണ്, ഈസ്റ്റ് പോലെ ചെറുതാണ്, പക്ഷെ അത് എന്തായാലും വലുതാണ്. പിന്നെ വല പോലെയാണ്, അവസാനം വേർതിരിക്കും. പിന്നെ ഒരാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഒരു നിധിയോ ഒരു മുത്തോ വാങ്ങിക്കുന്ന പോലെ കമ്മിറ്റ്മെന്റും ആ രാജ്യത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കർത്താവ് സന്ദർശിയായി സ്വീകരിച്ചു, ഇനി എന്നെ ദൈവത്തിന് നരകത്തിലിടാൻ പറ്റൂല. ഉറപ്പാണേ? ഉറപ്പാ. ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ദൈവം മണ്ടനല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം മണ്ടനല്ല, നമ്മളാണ് മണ്ടന്മാര്. ഞാൻ കൈപൊക്കി കർത്താവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, ഇനി എന്നെ ഒരു കാലത്ത് നരകത്തിലിടില്ല,
എന്നെനിക്ക് ബോധ്യമുള്ള സ്തോത്രം, ഇനിയിപ്പോ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാലോ. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് രക്ഷയെ ഉറപ്പുവരുത്തുക. യു സറണ്ടർ ടു ദ കിങ്. അങ്ങനെ ഒറിജിനലായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ട്രൂ ഡിസൈപ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച തുടർന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം അടുത്ത ആഴ്ച. ഇത് ഇത്രയും ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്.